എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും കൂടി ഇട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ മസാല സവാളയൊക്കെ വഴറ്റി മസാലയൊക്കെ എടുത്തത് കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുമ്പം ചേർക്കാനായിട്ട്. അതുകൊണ്ട് എനിക്ക് ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും വേവിച്ചാൽ മതിയായിരുന്നു. പിന്നെ മാറ്റി വെച്ച മസാലയിൽ നിന്ന് കുറച്ച് മസാല ഇട്ടിട്ട് ലാസ്റ്റിൽ നമുക്ക് കടുകൂടെ വറുക്കുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. എന്നിട്ട് ഞാൻ ചായയൊക്കെ ഒന്ന് അനത്തിയായിരുന്നു. ചായയൊക്കെ റെഡിയായി. അതിനുശേഷം 2 പാൻ വെച്ചിട്ട് നമ്മുടെ അപ്പച്ചട്ടി വെച്ചിട്ട് പെട്ടെന്ന് അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മസാല നമ്മൾ ഇച്ചിരി കൂടുതൽ സമയമുള്ള സമയത്ത് സവാളയും ടൊമാറ്റോയും എന്നിട്ട് നമ്മൾ കടലക്കറിക്കും ഇതിനെല്ലാം ഒരേ മസാലയല്ല ചേർക്കുന്നത്. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. അപ്പോൾ ആ ഒരു ലോട്ട് കുറച്ച് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ചായയൊക്കെ റെഡിയായി. ചായയൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു. അപ്പം ഞാനിങ്ങനെ ഒന്ന് നിരത്തി വെച്ചിട്ടതിന് ശേഷമാണ് ഞാൻ കാസറോളിലോട്ട് മാറ്റിയത്. അതിനുശേഷം സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് അതിലേക്ക് ഞാൻ പിന്നെ സാമ്പാർ പൊടിയല്ല ചേർക്കുന്നത്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇച്ചിരി ഉലുവാപ്പൊടി ചൂടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് ലാസ്റ്റിൽ കടുക് വറക്കാൻ നേരമാണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത്. ഒരാൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്തയ്ക്ക പുഴുങ്ങിയത് ഇഷ്ടമല്ലായിരുന്നു. പുഴുങ്ങി കൊടുത്ത് ഇച്ചിരി കഴിക്കാൻ കൊടുത്തോണ്ടെങ്കിൽ ഇഷ്ടമായി. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ബീൻസൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു. ബീൻസ് കൂടെ തോരൻ വെക്കാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ സാമ്പാർ കഷ്ണങ്ങൾ ഇച്ചിരി വേവിച്ചാണ് എടുക്കുന്നത്. ഇവന്മാർ പച്ചക്കറി അങ്ങനെ മാറ്റി വെക്കുന്നത് കൊണ്ട് ഇവന്മാരെ പ്രതിയാണ് ഞാൻ ഇച്ചിരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ സാമ്പാറിന് കടുകൂടെ വറുത്തു. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ഇരുമ്പുളി ഞാനൊന്ന് അച്ചാറിടാമെന്ന് വെച്ച് അപ്പോൾ ഇച്ചിരി വെള്ളമൊന്ന് ചൂടാക്കി ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഇതൊന്ന് ഇച്ചിരി നേരം ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാരമൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ മീൻ മസാല പുരട്ടി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് വറക്കാനിട്ടിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം പുളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു നുള്ളു ഉലുവായും ഇട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്തോ. എന്നിട്ട് ഇച്ചിരി ഉലുവാപ്പൊടിയും ചേർത്തിട്ട് ഞാനൊരു സ്വല്പം വിനാഗിരി ചേർത്തിട്ടുണ്ട്. വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്ത് വിനാഗിരിയൊക്കെ ചേർക്കും. ഇതിപ്പം വീട്ടിലത്തെ ആവശ്യമാകുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് തീരും. എന്നിട്ട് ഞാൻ മസാലയൊക്കെ മൂത്തോണ്ടെ തീ അങ്ങ് ഓഫാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ പുളിയും ചേർത്ത് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പിഞ്ച് പഞ്ചസാരയും ചേർത്ത്. അപ്പോൾ ഇവിടെ നമ്മുടെ മീനും ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞോടെ നമ്മുടെ അച്ചാർ നോക്കണേ കണ്ടോ, അതിൽ നിന്നൊക്കെ ആ പുളിയിൽ നിന്നൊക്കെ അതിൻ്റെ നീരിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്.